ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അടുത്ത് യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ അടുത്ത് മാത്രം പറയാൻ പറ്റില്ല, കാരണം ചേട്ടൻ മീറ്റിങ്ങുള്ള കാരണം അങ്ങോട്ട് പോയില്ല. അപ്പോൾ കുഞ്ഞേച്ചിയാണെങ്കിൽ ഉണ്ണി പോണ വിഷമത്തിൽ കരഞ്ഞ് പിഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കരയണ്ട കേട്ടോ ചേച്ചി. തിരിച്ചു പോകുമ്പോൾ ഒരു പെട്ടി, വലിയ പെട്ടി കൂടി ഞങ്ങളുടെ കുഞ്ഞിപ്പെട്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചു. പപ്പ നാട്ടിൽ കൊണ്ടെന്താട്ടാ. അപ്പോൾ പപ്പയ്ക്ക് തിരിച്ചു പോകുമ്പോൾ ഇത്ര വലിയ പെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഇനിയിപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. കുഞ്ഞിലിനെ എടുത്ത് ചേച്ചിമാരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞേച്ചി ഭയങ്കര കരച്ചിലാണ്. കുഞ്ഞേച്ചിക്ക് ഭയങ്കര വിഷമം. കഴിഞ്ഞ പ്രാവശ്യം കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാബ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ പോവാണ് കേട്ടോ. കുഞ്ഞേച്ചി കരയണാണ്. 9122 ടാറ്റാ. ഉമ്മ കുഞ്ഞേച്ചി ഇപ്പൊ കരയും. പോലാം. ബൈ കുഞ്ഞി. അമ്മച്ചി ബൈ. ബൈ. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 6 മണി ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നല്ല ട്രാഫിക്കാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ സെൻറ്ററിലെത്തിയപ്പോഴും നല്ല തിരക്കാണ്. കാരണം ലോക്കൽ ട്രെയിനൊക്കെ ഉള്ള കാരണം സാധാരണ ഉള്ളതിനേക്കാളും ഒത്തിരി കൂടുതൽ തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. നമ്മുടെ ട്രെയിൻ പക്ഷെ അവിടെ വന്ന് എടുക്കണ്ടാവും. അതാണ് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടനാണെങ്കിൽ ജസ്റ്റ് വിട്ട പോലെ പോണത്. ഞങ്ങൾക്ക് നടന്നെത്താൻ പറ്റില്ല. കുഞ്ഞിലേക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടാ. ഞങ്ങൾ കാറിൽ വെച്ചുറക്കില്ലേ. കാറിൽ വെച്ചിറങ്ങിയാലേ ആള് ട്രെയിനിൽ കയറുമ്പോൾ ഉറക്കം കുറവാകും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടാണ്. നമ്മൾ സെക്കൻഡ് എ സിയിലാണ് ചേട്ടാ. സെക്കൻഡ് എ സിയിൽ. അപ്പോൾ ഇപ്രാവശ്യം ടിക്കറ്റ് എടുത്തേക്കണം. അതാണ് കർട്ടൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് കർട്ടനുള്ളതാണ് ഇഷ്ടം. കാരണം ഉണ്ണിക്ക് ഫീഡ് ചെയ്യാനൊക്കെ സുഖം കർട്ടനുള്ളതല്ലേ. അപ്പം മിക്കപ്പോഴും കർട്ടനോട് കിട്ടാറില്ല. പ്രാവശ്യം ബുക്ക് ചെയ്യാമെന്ന് നേരത്തെ നോക്കുമ്പോൾ കർട്ടനുള്ളത് ഉണ്ടായിരുന്നു. കാരണം അതെന്നെ ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടാറില്ല. ഞങ്ങൾക്ക് കിട്ടാറില്ല കർട്ടനുള്ളത്. അപ്പം ഇതാണെങ്കിൽ 2 ബർത്തുള്ളതാണ്. ഇതും താഴെ ഒരെണ്ണമുണ്ട്, ഈ സൈഡിലും ഇവിടെ ഒരെണ്ണമുണ്ട്, അപ്പുറത്ത്. നമ്മളല്ലെങ്കിൽ സാധാരണ വരുന്നത് 3 ബർത്തുള്ളതാണ്. ഇതിന് നടുക്കിൽ ഒരെണ്ണം കൂടി ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുഞ്ഞിലിവിടെ എ സിയിൽ കയറിയപ്പോൾ ഇഷ്ടമായിട്ട് ആൾക്ക്. എ സിയിൽ കയറിയപ്പോൾ ആളിപ്പോൾ വണ്ടിയിൽ വെച്ച് ഇച്ചിരി ഇടച്ചലായിരുന്നു ആൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഓരോവിധ സാധനങ്ങളൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കാട്ടില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് ചേച്ചി ഞങ്ങൾക്ക് ആലു പൊറോട്ട ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്ക് ചപ്പാത്തി ഉണ്ട്. ഉണ്ണിയുടെ ബോക്സ് ഉണ്ട്, ടിഫിൻ ബോക്സ് പോലത്തെ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ണിക്ക് ചപ്പാത്തി ഒക്കെ കഴിച്ച് തുടങ്ങി. ചപ്പാത്തിന് ഉണ്ടാകും. ഞങ്ങൾക്ക് ആലു പൊറോട്ട, ഉണ്ണിക്ക് ചപ്പാത്തി. ആളിവിടെ ഡാൻസ് കളിയിലൊക്കെ കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ആൾക്കാർ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്വസ്ഥമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വന്നു തുടങ്ങി. അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉണ്ണിക്ക് ഫുഡ് കൊടുക്കണം. നമ്മളെങ്ങനെ പോണേ. ഇങ്ങനെ പിന്നെ നാളത്തൊട്ട് ഞാൻ കുഞ്ഞിൽ ഒട്ടിക്കാം. ചേട്ടാ ഓഫീസിൽ പോയി തുടങ്ങി. അങ്ങനെ എന്താ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. എടുക്കാനായിട്ടാണ് കുഞ്ഞിലൂടെ കിടന്നു തുടങ്ങി.
ഇത് കാലുമിടണ സോക്സ്. ഞാൻ കൈമിട്ട് കൊടുത്ത് കാലുമ്പോൾ വേറെ സോക്സ് ഉണ്ട്, അപ്പം ഞാൻ കൈമിട്ട് കൊടുത്തിട്ടാണ്. ഇനി എനിക്ക് കിടന്നുറങ്ങണം. ചേട്ടൻ മേലെ കിടന്നു. എനിക്ക് കിടന്നുറങ്ങണം. നല്ല കിടന്നു. ഭയങ്കര തണുകൊണ്ട് കാലിന് സോക്സ് ഒക്കെ ഇട്ട് കിടക്കണം. സോക്സ് എക്സ്ട്രാ എടുത്ത് നന്നായിട്ട് പാചകം അപ്പം എടുക്കണം. 2:30 2:45 3 മണിക്കാകുമ്പോൾ എന്തായാലും അവിടെ എത്തും. ബാംഗ്ലൂർ എത്തും, കേരളത്തിൽ എത്തും. പറഞ്ഞു എത്തിയിട്ട് കാണാൻ പറഞ്ഞിട്ടെങ്കിൽ ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം ശരിയാവാണ്ട് കിടന്ന് ഉറങ്ങണം. നാളെ കാലത്ത് അവിടെ എത്തിയിട്ട് കാണാൻ. അങ്ങനെ ഒരു പുലർച്ചെ 3-3:30 ആയപ്പോഴേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാംഗ്ലൂർ. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന്. അങ്ങനെ പോണ വഴിക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ലൈറ്റും ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് ഗണേശ ചതുർത്ഥിയിൽ തന്നെയാണ് തോന്നുന്നുണ്ടെന്നാട്ടോ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് അറിയില്ല. പിന്നെ ഇവിടെ ഇവിടെ ഭയങ്കര തണുപ്പാട്ടായി. ഇപ്പോൾ ഈ സമയത്തൊക്കെ നല്ല തണുപ്പാണ്. ഡിസംബർ ആകുമ്പോഴേക്കും ഇതിനേക്കാളും കൂടുട്ടെ. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ എത്ര മണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണിയായി. ഇപ്പോൾ ശരിക്കും 3:58 4 മണിയായി. ഇനി ദൈവരെണ്ണം ഇവിടെ നിന്ന് കളിക്കുന്നു. ഞാൻ എപ്പോഴാണ് ഉറങ്ങാന്നറിയില്ല. കുറച്ചേരം കളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഉറങ്ങുക. അപ്പോൾ ഇനി ഇതിനെ ഓർക്കണം. കുഞ്ഞ താറ്റ കൊടുത്തി താത്ത ഉറങ്ങാൻ പോവാന്ന് പറ. ഗുഡ് നൈറ്റ് കാക്കേ. അപ്പം ഞങ്ങള് ഉണ്ണീനെ ഓർക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണം. നാളെ എപ്പോഴും നേക്കാനും നല്ല ചിലപ്പോൾ ലേറ്റാവും. അങ്ങനെ അപ്പം അത്ര ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണൊന്നും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം.